ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ അത് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളജ് ആയിക്കോട്ടെ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം. ഞാൻ പറയുന്നത് ശരിയല്ല, തെറ്റാണ് എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് പറയണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കമൻറ്റ് സെക്ഷൻ തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യുക. അതോടൊപ്പം വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ എത്തിക്കാൻ നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ടൈം ഫാമിൻ്റെ പ്രൈസ് പ്രെഡിക്ഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് വളരെയധികം പേടിയാണ്. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഹോപ്പ് തരുവാണോ, ഞാൻ വെറും ഒരു ടെലിഗ്രാം പ്രൊജക്റ്റിൽ നിന്ന് ഒരുപാട് ഹോപ്പ് തരുമെന്ന് എൻ്റെ മനസ്സിൽ പോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ടെലിഗ്രാം പ്രൊജക്റ്റാണ്, ഒരുപാട് യൂസേഴ്സ് ഉള്ള പ്രൊജക്റ്റാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിൽ കിടക്കുന്നുണ്ടെങ്കിലും 4-5 പോസിറ്റീവ്സ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. എന്താണ് ഫസ്റ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ടോക്കൺ ആയിട്ടാണ് കൺവേർട്ട് ആവുന്നത്. ഇവിടെ പോയിന്റ്സ് ടു ടോക്കൺ എന്നുള്ളൊരു കൺവേർഷൻ അവരിവിടെ വരെ പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പോസിറ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ മാർച്ചിൽ തന്നെ ഇതിൻ്റെ ഓൺ ചെയിൻ കൊണ്ടുവരികയാണ്. എല്ലാ പ്രൊജക്റ്റിലും ഓൺ ചെയിൻ ലാസ്റ്റ് ആണ് കൊണ്ടുവരിക. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് തന്നെ ഓൺ ചെയിൻ എന്നുള്ളൊരു കാര്യമാണ് മാർച്ചിൽ കൊണ്ടുവരാമെന്ന് അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പേജിൽ തന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ TG നടക്കാൻ പോകുന്നത് ഈ മാർച്ചിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ ഒരു സെക്കൻഡ് ടോക്കൺസ് P2P ട്രേഡ്, നിങ്ങൾക്ക് ഇപ്പോൾ ആൾറെഡി തന്നെ പൈ മൈൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ സ്പെക്കാലിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ലിസ്റ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ അത് മെയിൻ നെറ്റിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്താണ് അത് ആൾക്കാർക്കായിട്ട് സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു പ്രൊജക്റ്റ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ഒരു ടെലിഗ്രാം പ്രൊജക്റ്റ് ക്രോണോടെക് എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾക്ക് നിങ്ങളുടെ യൂസേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. അതാണ് ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള ഈ P2P ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ റീസെൻ്റ്ലി P2P ട്രേഡിങ്ങിൽ 2 ബില്യൺ ടോക്കൺസ് $160 എന്തായത് അവർ ട്രേഡ് ചെയ്ത്. അപ്പോൾ $1 ബില്യൺ എന്ന് പറഞ്ഞ് $80. അപ്പോൾ ഒരു ടോക്കൺ എന്ന് പറഞ്ഞത് 0.40 കഴിഞ്ഞ് $8 ഒരു ടോക്കൺ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കണുള്ളൂ, ഇതിനൊരു ലാർജ് നമ്പർ ഓഫ് യൂസേഴ്സ് ഉണ്ട്. ഇത് ടോൺ ബ്ലോക്ക് ചെയിനിലാണ് വരുന്നത്. ഇതിന് ഒരുപാട് വാല്യൂ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്ന ആൾക്കാരോട്, ഇതിന് ഒരുപാട് വാല്യൂ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള ടോക്കൺസ് എത്രയാണ്, ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ടോക്കൺസ് ഉണ്ട്, ആ ഒരു കാര്യങ്ങൾ വെച്ച് വാല്യൂ വെച്ച് നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റു പല പ്രൊജക്റ്റിനേക്കാളും ഇതിന് നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് കിട്ടില്ലേ? തീർച്ചയായിട്ടും കിട്ടും. നിങ്ങൾ അത്രത്തോളം ഡൗട്ടുള്ള ഒരാൾക്കാരാണെങ്കിൽ ക്രോണോടെക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി നിങ്ങൾ നേരെ എന്ത് ചെയ്യാം, നേരെ സെർച്ച് ചെയ്യുക. അവരൊരു കോയിൻ ഇറക്കിയിട്ടുണ്ട് ക്രോണോടെക് ടൈം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ വാല്യൂ നിങ്ങൾ സെർച്ച് ചെയ്യുക. 1700-1800 രൂപയായിരിക്കും നമ്മുടെ ഇന്ത്യൻ മണിയിൽ ആ ഒരു വാല്യൂ. അതിൻ്റെ വെറും 7 ലക്ഷം ഇല്ലെങ്കിൽ 70,000 സപ്ലൈക്കേ ഉള്ളൂ. വളരെയധികം മാർക്കറ്റ് ക്യാപ്പൊക്കെ വളരെയധികം കൂടുതലാണ്. എല്ലാം കൊണ്ടും ആ ഒരു ടോക്കൺ നല്ല വാല്യൂ ഉണ്ട്. ഇവർ ആദ്യം തന്നെ ഇറക്കിയ ഒരു ടോക്കണാണ്. അതൊക്കെ അവിടെ കിടക്കട്ടെ, നമുക്ക് നമ്മുടെ അസംഷനിലേക്ക് വരാം. ഞാനൊരു മനുഷ്യനാണ്, എൻ്റെ കമ്പനിയല്ല, ഞാൻ പറയുന്നത് 100% ശരിയായിരിക്കില്ല. അപ്പം ഞാൻ പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയാം. അങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ വിത്ത് റീസൺ നിങ്ങൾ ഇടുക. വിത്ത് റീസൺ ഇട്ടു എന്ന് പറഞ്ഞാൽ അത് വായിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്താണ് തോന്നുക, ഓ ഇത് ശരിയാണല്ലോ, അപ്പോൾ ഇങ്ങനെ വരാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യം അവർക്ക് അവിടെ മൈൻഡിൽ ക്ലിക്കാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കമൻറ്റ് സെക്ഷൻ തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം പറയുന്നത്. ഞാനിവിടെ പറയുകയാണ്, 2 ബില്യൺ ടോക്കൺ $160 ഇവിടെ എന്താണ് ആൾറെഡി തന്നെ P2P സെയിൽ ചെയ്തിട്ടുണ്ട്. അത് സ്പെക്കാലിറ്റീവ് വാല്യൂ ആണ്, നമ്മൾ തന്നെ തീരുമാനിച്ചിട്ടൊരു വാല്യൂ ആണ്. ഇത് ആൾറെഡി തന്നെ മെയിൻ നെറ്റിൽ വന്നിട്ടില്ല, ഇത് ആൾറെഡി ലിസ്റ്റ് ആയിട്ടില്ല. നമ്മൾ തന്നെ നമ്മുടെ അതിലുള്ള യൂസേഴ്സിന് നമ്മുടെ ഊഹത്തിൽ ഒരു വാല്യൂ അതിന് നിശ്ചയിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ട്രേഡ് ചെയ്ത ഒരു ഓപ്ഷൻ ആയിരുന്നു അത്. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്, ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ 28 മില്യണിൽ എല്ലാവരും എലിജിബിൾ ആവും. തീർച്ചയായിട്ടും എലിജിബിൾ ആവില്ല. അതിലൊരു പാതി എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട് 3/4 എടുക്കാം. ഒരു 20 മില്യൺ ആൾക്കാർ ഇതിൽ എലിജിബിൾ ആയാലും ഇവൻ്റെ കയ്യിലൊക്കെ എത്രത്തോളം ടോട്ടലായിട്ടുള്ള സപ്ലൈ ഉണ്ടാവുമെന്ന് നിങ്ങൾ ഊഹിച്ച് നോക്കിയാൽ മതി. നമുക്കൊരിക്കലും 1 ട്രില്യൺ എടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും 1 ട്രില്യൺ എടുക്കണ്ട. ഞാനിവിടെ ഏറ്റവും മാക്സിമം ടോപ്പ് ലെവലാണ് എടുക്കാൻ പോകുന്നത്. എത്രയാണെന്ന് പറഞ്ഞാൽ 10 ട്രില്യൺ ആണ് എടുക്കാൻ പോകുന്നത്. 10 ട്രില്യൺ പറഞ്ഞാൽ എത്രയാണ്, 10,000 ബില്യൺ ടോക്കൺസ് ആണ്. നമ്മുടെ 10 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 10,000 ബില്യൺ ടോക്കൺസ് ആയിരിക്കും മൊത്തമായിട്ടുള്ളത്. ഇതിൽ ഇൻഫ്ലുവൻസേഴ്സിന് ഒരുപാടുണ്ടാവും. 10,000 ബില്യൺ എന്ന് പറയുന്നത് വളരെ ചെറുതാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നില്ല. അതും നിങ്ങൾക്ക് ചെറുതാണെന്ന് തോന്നിയതെങ്കിൽ നിങ്ങൾ താഴെ വന്ന് കമൻറ്റിൽ പറഞ്ഞു. 10,000 ബില്യൺ എന്ന് പറഞ്ഞ് ഒരുപാട് വലുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഞാൻ അതേപോലെ തന്നെ ഞാനിവിടെ എടുക്കുകയാണ്. ഇതിനൊരു മാർക്കറ്റ് ക്യാപ്പ് അവർ കൊണ്ടുവന്നു 10,000 ബില്യൺ. 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് കൊണ്ടുവന്നാൽ ഇതിന് എത്രത്തോളം വാല്യൂ വരും? എൻ്റെ 1 ബില്യൺ സെക്കൻഡ് ടോക്കൺസ് ഉണ്ട്.
അതിന് എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു പ്രൈസ് കണക്കാക്കാനുള്ള ഫോർമുല എന്താണെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സപ്ലൈ തന്നെയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് വെക്കുകയാണ്. 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് വെച്ചിട്ട് ഞാനിവിടെ ഒരു ടോട്ടൽ സപ്ലൈ 10 ട്രില്യൺ സെക്കൻഡ് ടോക്കൺസ് എടുക്കുകയാണ്. 10 ട്രില്യൺ എന്ന് പറഞ്ഞത് 10,000 ബില്യൺ ആണെന്ന് നിങ്ങൾ വീണ്ടും മനസ്സിലാക്കുക. അപ്പം തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0.40 കഴിഞ്ഞിട്ട് ഒരു USDT ആണ്. അപ്പോൾ ഈ 0.4 USD കണ്ട് ഒരു USD എനിക്ക് 1 ബില്യൺ ടോക്കൺ ഉണ്ടെങ്കിൽ അപ്പം തന്നെ എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് $1000 മേലെയൊക്കെ ആയിരിക്കും എനിക്ക് എന്ത് കിട്ടുന്നത്, പ്രോഫിറ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പം തന്നെ നമുക്ക് എന്താണ് വളരെയധികം പ്രതീക്ഷയാണ് ഞാൻ തരുന്നത് എനിക്കറിയാം. അപ്പം ഞാൻ വീണ്ടും പ്രതീക്ഷ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോവാണ്, ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഞാൻ എന്ത് ചെയ്യാണ് ഒന്നും കൂടി കുറച്ച് പാതിയാക്കി 50 മില്യൺ ആക്കി കുറയ്ക്കാൻ പോവാണ്. അപ്പോൾ 50 മില്യൺ ആക്കി കുറയ്ക്കുമ്പോൾ ഞാനിവിടെ എന്താ 50 മില്യൺ ഡിവൈഡഡ് ബൈ നമുക്ക് 10 ട്രില്യൺ അതായത് 10,000 ബില്യൺ ടോക്കൺസ് എന്ന് എടുക്കുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഇതിന് വാല്യൂ വരുന്നത് 0.00050 കഴിഞ്ഞിട്ട് 5 എന്ന് പറഞ്ഞിട്ടുള്ള ഡോളറിലാണ്. അപ്പോൾ അതും നിങ്ങൾ 1 ബില്യൺ ആയിട്ട് കണക്കാക്കി എനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ തന്നെ 5000 USDT ആണ്. അപ്പോൾ നമുക്ക് 100 ബില്യൺ എടുത്ത് പറഞ്ഞാൽ 10,000 USDTയും, ഞാൻ അവിടെ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ട് 1000 എന്ന് പറഞ്ഞു, 10,000 USDTയും അത് കഴിഞ്ഞിട്ട് 50 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ എടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ എനിക്കിവിടെ 5000 USDT ആണ് കിട്ടുന്നത്. അപ്പോൾ വളരെയധികം ഇതെങ്ങനെയാണ് ഇത്രത്തോളം ഒരു ഹോപ്പ് വെക്കാൻ പറ്റുകയെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, വീണ്ടും കുറച്ചു എന്ന് പറഞ്ഞാൽ 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ നമ്മൾ ആൾറെഡി ഈ ടൊമാറ്റോയിലേക്ക് എടുത്ത പോലെ 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ അങ്ങോട്ട് എടുക്കാം. അപ്പോൾ 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ എടുക്കുമ്പോൾ അതേപോലെ തന്നെ 10 ട്രില്യൺ ടോക്കൺസ് നമ്മൾ അവിടെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് വാല്യൂ കിട്ടുന്നത് 0.0050 കഴിഞ്ഞിട്ട് $1 അപ്പോൾ 0.50 കഴിഞ്ഞ് $1 നമുക്ക് ഈ ഒരു 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് കിട്ടുന്നത്. വളരെയധികം കുറവാണ് ഈ ഒരു 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പ്. 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ തന്നെ എനിക്ക് എത്ര പ്രോഫിറ്റ് ആണ് കിട്ടുന്നത് വെച്ചാൽ എനിക്ക് 1 ബില്യൺ ടോക്കൺസ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ 1 ബില്യൺ ടോക്കൺസിന് എനിക്ക് കിട്ടാൻ പോകുന്നത് 6 USDT ആണ്. അപ്പോൾ നമുക്കിത് എത്രത്തോളമാണ് ഇതിൽ മാർക്കറ്റ് ക്യാപ്പ് കുറയ്ക്കുകയും ഇതിന് നമുക്ക് എന്താണ് വേറൊരു മറ്റു പ്രൊജക്റ്റുകളിൽ നിന്ന് കിട്ടാവുന്നതിനേക്കാളും ഒരുപാട് വലിയ പ്രോഫിറ്റ് അല്ലേ കിട്ടുന്നതെന്ന് എനിക്ക് വളരെയധികം ഒരു പ്രതീക്ഷയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം തെറ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് താഴെ വന്നിട്ട് പറയാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും ഇല്ലെങ്കിൽ എത്രത്തോളം പ്രോഫിറ്റ് എനിക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് കിട്ടും എന്ന് ചോദിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം മില്യൺ ആണോ എത്രത്തോളം ബില്യൺ ആണോ ടോക്കൺസ് ഉള്ളത് ടൈം ഫാമിൽ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, താഴെ വന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം USDT കിട്ടുമെന്ന് എന്നെ കൊണ്ട് പറയാൻ പറ്റും. എന്താണെന്ന് പറഞ്ഞാൽ ഞാനിവിടെ കണക്കാക്കാൻ പോകുന്ന വാല്യൂ 0.0000050 കഴിഞ്ഞിട്ട് $1 മാത്രമാണ്. അപ്പോൾ അങ്ങനെ കണക്കാക്കിയെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് 1000 USDT ആണ് അവിടെ കിടക്കുന്നത്. ടോട്ടലായിട്ട് ഇവിടെ പോയിന്റ്സ് അല്ല, സെക്കൻഡ്സ് ടോക്കൺസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതെന്താണ് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും, അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എത്രത്തോളം ടോക്കൺസ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക പറയാം. ഞാനിവിടെ ടൈം ഫാമിൻ്റെ അക്കൗണ്ട് എടുക്കുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് ഓപ്പൺ ചെയ്യണം. റെഗുലറായിട്ട് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ടോക്കൺസ് ഒക്കെ ബേൺ ചെയ്ത് പോകാനുള്ള കുറേ സാഹചര്യങ്ങൾ അവരവിടെ കൊടുക്കുന്നുണ്ട്. മാർച്ചിൽ തന്നെ ലിസ്റ്റ് ആവാൻ പോകുന്നുണ്ട്. ഇപ്പോഴും കയറാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റെഫറൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ കയറാം. ഇതിൽ കയറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇപ്പോൾ എനിക്ക് തന്നെ ഇവിടെ 1.2 ബില്യൺ ടോക്കൺസ് ആണ് എൻ്റെ ഈ അക്കൗണ്ടിലുള്ളത്. വേറൊരു അക്കൗണ്ടിൽ 2 ബില്യൺ ടോക്കൺസ് എക്സ്ട്രാ വരെയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു മറ്റ് ടെലിഗ്രാം പ്രൊജക്റ്റിനെക്കാളും ഒരുപാട് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ഒരുപാട് ഹോപ്പ് വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മറ്റുള്ള പ്രൊജക്റ്റിനെക്കാളും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും കിട്ടിയെന്ന് പറഞ്ഞാൽ വളരെയധികം എനിക്ക് സന്തോഷമാണ്. നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ് ഈ ഒരു ടൈം ഫാം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്. ഇതിനെപ്പറ്റി ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വല്ല ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പോയി കാണാം. ഇതിൽ എന്തൊക്കെ വേറെ വല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ മറ്റ് വീഡിയോകൾ കണ്ടിട്ട് എന്ത് ചെയ്യുക, ക്ലിയർ ആക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് ആണ്, സെക്കൻഡ് ടോക്കൺസ് ആണ് നിങ്ങൾക്കുള്ളത്. അത് നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ വന്ന് മെൻഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം USDT കിട്ടുമെന്ന് ഞാൻ പറയാം. അതേപോലെ തന്നെ എൻ്റെ അസംഷന് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ വിത്ത് റീസൺ പറയണം. എന്നാൽ മാത്രമാണ് മറ്റൊരാൾ കാണുമ്പോൾ നമുക്ക് എന്ത് പറ്റുള്ളൂ, അത് ശരിയാണെന്ന് തോന്നുള്ളൂ. അല്ലാതെ വെറുതെ നീ കണ്ണി കണ്ടത് പറയണ്ട അതല്ലടാ ഇതല്ലടാ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആൾക്കാർ വീഡിയോ കാണുന്നവർ എപ്പോഴും വീഡിയോ കാണുന്നുണ്ട്, നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നവർ എപ്പോഴും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനും എന്തായാലും ഒന്ന് നോക്കിയിട്ട് പോകാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുവരെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് ടെലിഗ്രാം ചാനലിൽ കയറുക. പുതിയ അപ്ഡേറ്റുകൾ ഇല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റുകൾ, പുതിയ ടെസ്റ്റ് നെറ്റുകൾ, എല്ലാ കാര്യങ്ങളും ടെലിഗ്രാം ചാനലിലാണ് ഞാൻ കൂടുതൽ
കൂടുതൽ ഇടുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് നെറ്റുകളൊന്നും നമ്മൾ വീഡിയോ ആയിട്ട് ഇടുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണില്ല. എന്താണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡിഫിക്കൽട്ടീസ് കൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഗൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഇതിൽ കയറുക. അതേപോലെ തന്നെ ലൂട്ട്സിലൊക്കെ ഞാൻ കയറാൻ പറയുന്നുണ്ട്. പല ലൂട്ട്സും ഇപ്പോൾ വർക്ക് ആവുന്നില്ല എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയുന്നുണ്ട്. ചിലവർക്ക് കയറുമ്പോൾ പൈസ കിട്ടുന്നില്ല എന്ന് എനിക്ക് അറിയുന്നുണ്ട്. അപ്പോൾ വർക്ക് ആവുന്ന ലൂട്ട്സ് മാത്രം ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇട്ടിട്ടുണ്ട്. അത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ട് തരാം. ഇതിലെന്തായാലും ചെയ്തോ. നിങ്ങൾക്ക് വിത്തിൻ 7 days കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിൽ പൈസ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ 100% മാറ്റേഴ്സ് ആണ്. കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇടണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു, കണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അതേപോലെ തന്നെ എല്ലാവർക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.